ഞാൻ ഇന്നുള്ളത് പെരുമ്പാവൂരിൻ്റെ അടുത്തുള്ള കീഴിലം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണെന്നുള്ളത്. ഇവിടെ നമ്മളൊരു ഫിഷ് ഫാമിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. I see her rolling up, Uber black Cadillac, high heel boots and a sexy body full of tat. ഫ്രണ്ട്സ് ഫിഷ് ഫാം എന്നാണ് ഈ ഫിഷ് ഫാമിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പലതരത്തിലുള്ള മീൻ കുഞ്ഞുങ്ങൾ അവൈലബിൾ ആണ്. ഫ്രഷ് വാട്ടർ ഫിഷും കഴിക്കുന്ന മത്സ്യങ്ങളും അലങ്കാര മത്സ്യങ്ങളും എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു വലിയൊരു ഫാമാണ്. 15 വർഷമായി ഇവർ ഫാം തുടങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ഈ ഫ്രണ്ട്സ് ഫിഷ് ഫാം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്ത് കീഴിലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് നമ്മുടെ പെരുമ്പാവൂരിന് മൂവാറ്റുപുഴയ്ക്ക് ഇടയ്ക്കൊരു ജസ്റ്റ് 7 കിലോമീറ്റർ മധ്യത്തിലായിട്ട് വരും. പിന്നെ നമ്മുടെ ഈ ഫാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് തുടങ്ങിയത് 2005-ലാണ്. ഇതിൻ്റെ ഓണർ എന്ന് പറയുന്നത് നമ്മുടെ കാലടി മറ്റൂരുള്ള ഇഞ്ചക്കല രാജേട്ടനായി തുടങ്ങി. ഈ ഫാം 2005-ലാണ് കീഴത്ത് വന്നത്. അതിനു മുന്നേ രാജേട്ടൻ്റെ വീടിനോട് ചേർന്ന് ഒരു ചെറിയൊരു ഫാം പോലെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷമാണ് 2005 ഇവിടെ വന്ന് പാടമൊക്കെ മേടിച്ചിട്ട് സ്വന്തമായിട്ട് കൃഷി പുള്ളി ആരംഭിച്ചത്. ഇവിടെ നമുക്ക് അലങ്കാര മത്സ്യങ്ങളും വളർത്തു മത്സ്യങ്ങളും ഉണ്ട്. അലങ്കാര മത്സ്യങ്ങളുടെ വെറൈറ്റി എന്ന് പറയുന്നത് ഗോൾഡ്, ഏഞ്ചൽ, കാർപ്പ്, പലതരത്തിലുള്ള ഗൗരകൾ, പലതരത്തിലുള്ള ഓസ്കാറുകൾ, പിന്നെ പലതരത്തിലുള്ള ഗപ്പികൾ, അങ്ങനെ അലങ്കാരത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാത്തരം മത്സ്യങ്ങളും നമുക്കിവിടെ ലഭ്യമാണ്. ഇതാണ് നമ്മുടെ ഇറങ്ങി വരുമ്പോൾ നമ്മുടെ ഫാമിലേക്ക് വരുമ്പോൾ ഉള്ള ഫസ്റ്റ് പോണ്ട്. ഇതെല്ലാം നാച്ചുറൽ പോണ്ടാണ്. ഇതിൽ നമ്മൾ മെയിനായിട്ട് ഈ കറിക്കുള്ള മത്സ്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്നതാണ്. ആൾക്കാർ വരുമ്പോൾ നമുക്ക് ഫ്രഷായിട്ട് പിടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കീപ്പ് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ പുറത്തുനിന്ന് നമ്മൾ പോണ്ടിൽ നിന്ന് പിടിക്കുന്ന മീനുകളെ കണ്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഈ ചെയ്തിരിക്കുന്നത്, ഈ ആപ്പ് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ പോണ്ടിൽ നിന്ന് പിടിക്കുന്നത് ഡയറക്റ്റ് ഇതിൽ കൊണ്ടിടും. അതിനുശേഷം വെള്ളം ചാടിക്കും. അതിനുശേഷം ഉപ്പ്, പിന്നെ എന്തെങ്കിലും മെഡിസിൻസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മൾ യൂസ് ചെയ്യും. എല്ലാത്തിനും വല ചെയ്തിട്ടാണ് ചെയ്യുന്നത്. എല്ലാത്തിനും വല ചെയ്തിട്ട് നമ്മൾ പോണ്ടിൽ നിന്ന് പിടിക്കുന്നതിനെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടാണ് ചെയ്യണേ. ഇതിലിപ്പോൾ നമുക്ക് അത്യാവശ്യം വാള, വൈറ്റ് വാള, ബ്ലാക്ക് വാള, പിന്നെ റെഡ് ടൈൽ ക്യാറ്റ് ഫിഷ് ഐറ്റംസ് ഒക്കെ കിടക്കുന്നുണ്ട്. ഈ വാളയും മുഴിയും ഡിഫറെന്റ് അല്ലേ? വാളയും മുഴിയും ഡിഫറെന്റ് ആണ്. ആണല്ലേ? കാണാൻ ഒരേപോലെയാണ്, പക്ഷെ വാളയും മുഴിയും ഡിഫറെന്റ്. ഇതാ റെഡ് ടൈൽ വാള എന്ന് പറഞ്ഞ സംഭവം. റെഡ് ടൈൽ നമുക്ക് വേറെ ഞാൻ കാണിച്ചാലും ഇത് ചെറിയ സൈസാ. ചെറുതാണോ? അത് ചെറുതാ. അത് നമുക്ക് ഒരു 5 കിലോ 6 കിലോ ഉള്ള സൈസുള്ളത് നമുക്കുണ്ട്. ഒരു 52 എണ്ണം നമുക്ക് ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. ഇതെല്ലാം വാളയാണ്, ബ്ലാക്ക് വാള. പിന്നെ ഈ സെക്ഷൻ വരുന്നത് ഇത് നമുക്ക് തിങ്കൾ ചൊവ്വ ദിവസങ്ങളാണ് മെയിനായിട്ട് മാർക്കറ്റ് ദിവസം. ആ സമയത്ത് നമ്മൾ പോണ്ടിയിൽ നിന്ന് പിടിച്ച് നമുക്ക് അപ്പം തന്നെ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ പോണ്ടിയിൽ നിന്ന് പിടിച്ച് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ള മീനുകളെ കണ്ടീഷൻ ചെയ്യുന്നത് ഇവിടെയാണ്. എന്നിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് അലങ്കാര മത്സ്യങ്ങൾ. ഇതൊക്കെ നമുക്ക് എപ്പോഴും വെള്ളം റൊട്ടേറ്റ് ചെയ്ത് ചാടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഫിഷിന് വേറെ കംപ്ലൈന്റ് ഒന്നും ഉണ്ടാവില്ല. ഇതിൻ്റെ അകത്തുനിന്നാണ് ഇറങ്ങി പിടിച്ചു കൊടുക്കുക. ഇതിൽ നിന്നാണ് ഇറങ്ങി പിടിച്ചു കൊടുക്കും. ഇതൊരു 2 അടി വെള്ളം ഉണ്ടാവുള്ളൂ. ഒരാൾക്ക് അരയ്ക്കത്ര വെള്ളം ഉണ്ടാവുള്ളൂ. മെയിനായിട്ട് ഗോൾഡ് ഫിഷാണ്. നമ്മുടെ ഗോൾഡ് ഫിഷ്, കാർപ്പ്, ഏഞ്ചൽ, സക്കർ, ഈ ഐറ്റംസാണ് കൂടുതലും ഇവിടെ നമുക്ക് സെയിലായി പോകുന്നത്. ഗോൾഡ് ഫിഷിൻ്റെ തന്നെ ഒരു 4-5 സൈസ് നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ ഗോൾഡ് ഫിഷ് തന്നെ ഒറാണ്ട ഗോൾഡ്. സ്റ്റാർട്ടിംഗ് എന്ത് പ്രൈസ് വരുന്നുണ്ട്? ഇത് വരുമ്പോൾ നമുക്ക് ഹോൾസെയിൽ വരുമ്പോൾ ഒരു 4.5 രൂപ 5 രൂപ അറിയില്ലാണ് ഇവിടെ ഒരു മീൻ. നമുക്ക് റേറ്റ് എപ്പോഴും സെയിം ആയിരിക്കില്ല, അതൊക്കെ വ്യത്യാസം വരും. നമുക്ക് കിട്ടുന്ന റേറ്റ് അനുസരിച്ചിരിക്കും നമുക്ക് ഇവിടുത്തെ സെയിൽ റേറ്റ്. ഇത് സൈസ് ഡിഫറൻസ് ആക്കി ഇട്ടേക്കുന്നതാണോ? ഇത് മെയിനായിട്ട് ഇത് ആൾക്കാർ കൂടുതൽ കൊണ്ടുപോകുന്നത് ഫീഡിങ്ങിന് വേണ്ടിയിട്ടാണ്. ഫീഡിങ് ഗോൾഡ് എന്ന് അതിനെ പറയാം. നമുക്ക് അരോണയ്ക്ക് ഫീഡ് ചെയ്യാൻ, ഫീഡ് ചെയ്യാൻ, ഇതിനെല്ലാം വേണ്ടിയിട്ടാണ് അവർ ഇത് കൊണ്ടുപോകുന്നത്. ഇതന്നെ നമ്മൾ വലുതാക്കി എടുക്കുകയും ചെയ്യും. ഇത് എത്ര സൈസ് വരെ വലുതാവും ഈ മീനൊക്കെ? ഇത് നമുക്ക് ഇവിടെ നമുക്കൊരു മാക്സിമം ഒരു 45-50 രൂപ സൈസിലുള്ള സൈസ് വരെ എത്തും.
നമ്മുടെ ഇവിടുത്തെ ഹോൾസെയിൽ പ്രൈസ്. ആ സൈസ് ആയിരിക്കും 45 എന്നൊക്കെ പറയും. അല്ലല്ല അത്ര വലുതാവില്ല ഗോൾഡ് ഫിഷ്. ഇല്ല എത്ര വലുതാവില്ല ഗോൾഡ് ഫിഷ്. പിന്നെ ഇത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങൾക്ക് സ്ഥലമുണ്ട്. തൊട്ടപ്പുറത്ത് ഒരു 2 പൗണ്ട് വലുതുണ്ട്. ഇവിടെയാണ് മൊത്തം സ്റ്റോക്കിങ്ങും സെയിലും നടക്കാറ്. അപ്പൊ കഴിക്കുന്ന മത്സ്യങ്ങൾ നമുക്ക് എന്തൊക്കെയുള്ള ഇവിടെ? കഴിക്കുന്ന മത്സ്യങ്ങൾ നമുക്ക് സിലോപ്പി വലുതുണ്ട്, ഓക്കെ, പിന്നെ വൈറ്റ് വാളയുണ്ട്, ബ്ലാക്ക് വാളയുണ്ട്. സിലോപ്പിയ എന്ന് പറയുന്നത് തിലാപ്പി തന്നെയല്ലേ? തിലാപ്പി തന്നെയാണ് സിലോപ്പി എന്ന് പറയുന്നത്. തിലാപ്പിയ എന്ന് പറയും, സിലോപ്പി എന്ന് പറയും, ഫിലോപ്പി എന്ന് പറയും. ഇവിടെ ഏകദേശം എത്ര പൗണ്ട്? ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള വരാലുണ്ട് നമ്മുടെ. വരാല് നമുക്കൊരു കിലോ 400 രൂപയ്ക്ക് നമ്മോട് കൊടുക്കും. ഓക്കെ. പിന്നെ വളർത്തു മത്സ്യങ്ങൾ എന്ന് പറയുന്നത് വാള, വരാലിൻ്റെ കുഞ്ഞുങ്ങൾ, ഗൗര, കറുത്ത ഗൗര, ഇങ്ങനെയുള്ള മീനുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ കൂടുതലും നമ്മളിപ്പോൾ ആൾക്കാർ മേടിച്ചുകൊണ്ട് പോകുന്നത് വരാലിൻ്റെ കുഞ്ഞുങ്ങളാണ്. നല്ല ഒരു 6 മാസമൊക്കെ നമ്മൾ ഫീഡൊക്കെ കൊടുത്ത് വളർത്തി കഴിഞ്ഞാൽ ഒരു 3/4 കിലോ ഒക്കെ വരാൻ പാകത്തിനുള്ള കുഞ്ഞുങ്ങൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഈ കിടക്കുന്നത് നമ്മൾ കൊടുക്കാനായിട്ട് റെഡിയാക്കി ഇട്ടേക്കുന്ന വരാക്കാം. ഒരെണ്ണം ആവറേജ് ഒരു 800 ഗ്രാം സൈസ് ഉണ്ട് ആവറേജ്. ഇതാണ് വരാലല്ലേ? നമുക്കിവിടെ എത്ര പൗണ്ട് ഉണ്ട്? അപ്പൊ ഇവിടെ നമുക്ക് ഏകദേശം ഒരു 20ഓളം കൊണ്ടുണ്ടാവും. എത്ര ഏക്കർ സ്ഥലത്ത്? ഇതിപ്പോ ഒരു 5 ഏക്കർ സ്ഥലമുണ്ട് ഇവിടെ. 5 അപ്പുറത്ത് 2, ആ റോഡിന് അപ്പുറത്ത് ഒരു 2 ഏക്കർ സ്ഥലമുണ്ട്. നമ്മൾ ഫീഡ് ഇവിടെ തന്നെ ഉണ്ടാക്കി ആണ് മീൻ കൊടുക്കുന്നത് നമ്മുടേതായ പ്രിപ്പറേഷനിൽ. എന്താണ് മെയിനായിട്ട് ഫീഡ് തന്നെ? ഫീഡ് വന്നത് നമുക്ക് ഈ തവിട്, പിണ്ണാക്ക്, പിന്നെ ഗോതമ്പ് പൊടി, റസ്ക് പൊടി മേക്കെല്ലാം മിക്സ് ചെയ്തിട്ടുള്ളൊരു ഫീഡാണ്. അപ്പൊ ഇത് മണ്ണിലൊന്നും മൂടി പോവില്ലല്ലോ മീൻ പിടിക്കുന്ന സമയത്ത്? അങ്ങനെ അലങ്കാര മത്സ്യങ്ങളൊന്നും അങ്ങനെ മൂടി പോവില്ല. എന്നാലും ശ്രദ്ധിക്കണം നമ്മള് പിടിക്കുമ്പോഴേ. ഈ സിലോപ്പിയും സാധനങ്ങളൊക്കെ അതിന്റെ ഉള്ളിൽ പോകും. അപ്പൊ ഇതിങ്ങനെ വെള്ളം വറ്റിച്ചാണ് പിടിക്കുന്നത്. അവസാനം മൊത്തം പിടിച്ച് പിന്നെ ഫില്ല് ചെയ്യും. പിടിച്ച് നമ്മൾ കക്കടിക്കും കള മത്സ്യങ്ങള് കളയാൻ വേണ്ടിട്ട്. ഇതിന്റെ അത് വേറെ മീൻ കേറൂല? ഇതിനകത്ത് വേറെ മീൻ ഇങ്ങനെ ഈ റൊട്ടേഷനിൽ, വെള്ളത്തിന്റെ റൊട്ടേഷനിൽ നമ്മൾ ഇത് ചെയ്തിട്ട് ചെയ്യണം. നെറ്റ് വെച്ച് അടയ്ക്കും. ഇതൊക്കെ പറയുമ്പോ അത്യാവശ്യം റേറ്റ് ഉള്ള ഐറ്റം ആണ്. അല്ലല്ല, കരിമീൻ പോലെ ഇരിക്കും. അത് ടൈഗർ സിലോപ്പി എന്ന് പറയാനാ. അത് നമുക്കൊരു അഡൾട്ട് പെയറിനൊക്കെ നല്ല റേറ്റ് വരും. മോഹ വിലയാണ്. കുഞ്ഞുങ്ങള് അത് സക്കറിന്റെ കുഞ്ഞുങ്ങളാ, വൈറ്റ് സക്കർ. നമുക്ക് സക്കർ കേരളത്തിൽ തന്നെ ബ്രീഡിംഗ് ഉള്ള ഒരു ഫാമാണ് നമ്മുടെ. അത് ബ്രീഡിങ് ഇത്തിരി ബുദ്ധിമുട്ടാണ്. എന്നാലും വൈറ്റ് സക്കർ ബ്രീഡ് ചെയ്യുന്നതായിട്ട് അറിയില്ല. പോയി ചേട്ടാ നമുക്ക് കസ്റ്റമറിന് കൊടുക്കാൻ വേണ്ടിട്ടല്ലേ? ആ കസ്റ്റമറിന് കൊടുക്കാൻ വേണ്ടിട്ട്. അത് നമ്മുടെ ഹോൾസെയിൽ എടുക്കുന്ന ആളാണ്, ഷോപ്പുകാരൻ. നമ്മുടെ കസ്റ്റമറിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ മീൻ പിടിക്കാൻ വന്നേക്കുന്നതാണ്. പിന്നെ നമുക്ക് ഗോൾഡ് ഫിഷ് ആണ് ചേട്ടൻ പിടിച്ചിരിക്കുന്നത്. ഗോൾഡ് ഫിഷിന്റെ കുഞ്ഞുങ്ങള്. മീൻ മേടിക്കാൻ വരുമ്പോൾ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഈ ഫോണിൽ അവർ അതിനെ സെപ്പറേറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടേക്കാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തു നിന്നാണ് പിടിച്ചു കൊടുക്കുന്നത് എളുപ്പത്തിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ഈ ഫ്രണ്ട്സ് ഫിഷ് ഫാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് സിൽവർ അരോണ എന്ന അലങ്കാര മത്സ്യം, ചൈനീസ് ഫിഷ്,
അത് ബ്രീഡ് ചെയ്യിപ്പിച്ചത് ഈ ഫാമിലാണ്. അതിൻ്റെ ഒരു പ്രത്യേകത കൂടി ഈ ഫാമിനുണ്ട്. പിന്നെ നമുക്ക് ഇത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള ഫിഷ് എന്ന് പറയാനായിട്ട് അരാപ്പൈമ, ഷവൽ നോസ്, റെക്ടൈൽ കാറ്റ് ഫിഷ്, അങ്ങനെയുള്ള മത്സ്യങ്ങളുടെ കുഞ്ഞുങ്ങൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. പിന്നെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫാം എന്ന് പറയുന്ന ഒരു 5-5.5 ഏക്കർ വരും. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് കെട്ടിക്കിടക്കുന്ന വെള്ളമല്ല, നമുക്കിത് 24 hours 24 മണിക്കൂറും കയറി ഇറങ്ങി പോകുന്ന വെള്ളമായത്. അതുകൊണ്ട് നമുക്ക് മീനൊന്നും കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഉണ്ടാവില്ല. ഒരു 20 സെൻറ്റ്, 30 സെൻറ്റ്, 50 സെൻറ്റ് പോണ്ടുകളിലായിരിക്കും നമ്മൾ മീനുകളൊക്കെ നിക്ഷേപിക്കുന്നത്. പിന്നെ അതിന് നമുക്കൊരു കണക്കുണ്ടാവും. അപ്പോൾ നമ്മളൊരു 4-5 വെറൈറ്റി ഇടാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ആ 20 സെൻറ്റിലാണെങ്കിൽ ഇത്ര കുളം, ഈ കുളത്തിൽ ഇത്ര മീനെ ആകാവൂ എന്നുള്ളൊരു കണക്കുണ്ട് നമുക്ക്. പിന്നെ നമുക്ക് സർക്കുലേഷനും കാര്യങ്ങളും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ എണ്ണം നമുക്ക് കൂട്ടിയിടാം. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ ഏറ്റവും നമുക്ക് മീനെ വളർത്താൻ ഏറ്റവും നല്ല ഒരു രീതി എന്ന് പറയുന്നത് നമ്മുടെ നാച്ചുറൽ പോണ്ടുകൾ തന്നെയാണ്. നാച്ചുറൽ പോണ്ട് ആകുമ്പം ഏത് കാലാവസ്ഥയിലും മീന് കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ മീന് കംപ്ലൈൻറ്റ് ഒരു സമയം എന്ന് പറയുന്നത് വർഷക്കാലവും നവംബർ, ഡിസംബർ, ജനുവരി മാസമാണ്. എന്ന് വെച്ചാൽ നവംബർ, ഡിസംബർ, ജനുവരി മാസം എന്ന് പറയുന്നത് ഈ പകലുള്ള ചൂടും രാത്രിയിലുള്ള തണുപ്പും ടെമ്പറേച്ചറിൻ്റെ വേരിയേഷൻ മസ്റ്റായിട്ട് ഫിഷുകളെ ബാധിക്കും. നമുക്ക് ചിലപ്പോൾ പകുതി മീൻ പോലും കിട്ടൂല. അങ്ങനെ വരുന്നൊരു പ്രശ്നം നമ്മുടെ ഈ 2-3 മാസങ്ങളുണ്ട്. പിന്നെ വർഷക്കാലത്തുള്ള ആ തണുപ്പും കാര്യങ്ങളും കണ്ടിന്യൂസ് ഇങ്ങനെ മഴ പെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ആ തണുപ്പും കാര്യങ്ങളും ഉണ്ടാവും. നാച്ചുറൽ പോണ്ടാണ് നമുക്ക് എപ്പോഴും ബെറ്റർ. നമുക്ക് പിന്നെ ഉള്ള സ്ഥലത്തെ നമ്മൾ ഒരു ചെറിയ സിമിണ്ടാങ്കായാലും ഒരു പടതാക്കുളമായാലും ഒക്കെ കെട്ടി നമ്മളത് തീറ്റയെ കൊടുത്ത് നല്ല കെയർ കൊടുത്ത് പോകാമെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ കിട്ടും ഈ നമ്മുടെ ഈ മന്തുകളിലൊക്കെ. ഇത് നമുക്ക് നേരത്തെ അവിടെ കണ്ട ഇത് വൈറ്റ് സക്കറാണ്, ആൽബിനോ. അടിപൊളി. റെഡ് ഐ ആണ്. ഇതെല്ലാം പാരന്റ് സ്റ്റോക്കാണ്. നമ്മൾ ആ പോണ്ട് പിടിച്ചപ്പോൾ അത് ക്ലിയർ ചെയ്തപ്പോൾ അതിൽ നിന്ന് എടുത്താണ്. എല്ലാം ഒരു 1 feet പ്ലസ് ആണ്. ബ്രീഡിങ് സൈസ് ആണ്. ഇതിന്റെ മെയിൽ ഫീമെയിൽ തിരിച്ചറിയണേ? മെയിൽ ഫീമെയിൽ അവരെ വയറ് നോക്കിയിട്ടാ തിരിച്ചറിയണം. എന്നാലും നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഒരു പോണ്ടിൽ ഇടുമ്പോൾ ഒരു 30 എണ്ണം വെച്ചൊക്കെ ഇടും. അപ്പൊ അതിലെന്തായാലും മെയിൽ ഫീമെയിൽ ഉണ്ടാവും. ഒരു ഫീമെയിൽ കൂടിയാലും മെയിൽ കുറഞ്ഞാലും വലിയ വിഷയമൊന്നുമില്ല. ഇതിന്റെ അകത്ത് തന്നെയാണ് ഇവര് ബ്രീഡ് ചെയ്യണേ? ഈ ടാങ്കിലല്ല, നമ്മൾ നാച്ചുറൽ പോണ്ടിലെ ബ്രീഡ് ചെയ്യുള്ളൂ. ഇവര് ബ്രീഡ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ചെളിക്കുള്ളിൽ ഒരു അള പോലെ ഉണ്ടാക്കും, അത് മാളം പോലെ. എന്നിട്ട് അതിന്റെ ഉള്ളിലാണ് മുട്ടയിടാ ചെയ്യുക. മുട്ടയിടുന്നത് നമ്മളെ മുന്തിരിക്കൊല പോലെ ഇരിക്കും മുട്ട. ആ മുട്ട നമുക്ക് എടുത്ത് വേണമെങ്കിലും നമുക്ക് ഹാച്ച് ചെയ്യാൻ പറ്റും. നമ്മൾ എടുക്കാറില്ല, നമ്മൾ അതിൽ തന്നെ നാച്ചുറലായിട്ട് തന്നെ ഹാച്ച് ചെയ്ത് വരണ ചെയ്യുക. ഇതിനൊക്കെ എന്ത് പ്രൈസ് വരും? ഇതൊക്കെ ആൽബിനൊക്കെ റേറ്റ് ഉണ്ട്. ആൽബിനൊക്കെ 1 feet ഒരു 500 രൂപ റേഞ്ച് വരും. സൈസ് അനുസരിച്ചാ. നമുക്ക് ഏറ്റവും ചെറിയ സൈസ് 30 രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്യണം. ഇത് നിങ്ങൾ പരസ്പരം കുഞ്ഞുങ്ങളെ തിന്നല് അങ്ങനെ? ഇല്ല, അവരങ്ങനെ കഴിക്കില്ല. വേറെ മത്സ്യങ്ങൾ കഴിക്കും. ഇത് ഗ്രാസ് കാർപ്പ് എന്ന് പറയും. ഗ്രാസ് കാർപ്പ് ഈ കുളങ്ങളിലൊക്കെ ഇടാനായിട്ട് ആൾക്കാർ കൊണ്ടുപോകുന്ന ഐറ്റാ നാച്ചുറൽ പോണ്ടിൽ. ഇവരുടെ മെയിൻ ഫീഡ് എന്ന് പറയുന്നത് ഈ ഇലകള്, പായലുകള്, കുളത്തിലുള്ള മറ്റ് ആൽഗേസ്, ഇതൊക്കെയാണ് അവർ കഴിക്കുന്നത് കൂടുതലും. ഇത് നമുക്ക് പടുതാക്കുളത്തിൽ വളർത്തി വലുതാക്കാൻ പറ്റില്ല. കാരണം അവരുടെ ഫീഡ് അതല്ല. ഗ്രാസ് കാർപ്പ് നാച്ചുറൽ പോണ്ടിൽ ഇട്ടാലേ അത് ഗ്രോത്ത് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് അതിന്റെ പേര് അങ്ങനെയാണ്, ഗ്രാസ് കാർപ്പ് എന്ന് പറയുന്നത്. ഇത് സൈസ് ഇപ്പൊ നമുക്ക് ഇവിടെ മാക്സിമം ഒരു 3 കിലോ 3.5 കിലോ ആ സൈസിൽ നമുക്കിവിടെ കിട്ടും. കഴിക്കുന്ന മീനാണ്. ഇതാണ് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റം ആണ്. ഇത് വരാല്, പെല്ലറ്റ് കഴിക്കുന്ന വരാല്. നമ്മുടെ നാടൻ വരാൽ എന്ന് പറയുമ്പോൾ അവർ ജീവനുള്ള മീനുകൾ മാത്രമേ കഴിക്കുള്ളൂ, ജീവനുള്ള ഐറ്റംസ്. ഇവരങ്ങനെയല്ല. ഇവർ നമ്മൾ ഹാൻഡ് ഫീഡ് കൊടുത്ത് നമ്മുടെ പെല്ലറ്റ് ഉണ്ട്, ഇവർക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു പെല്ലറ്റ് ഉണ്ട്. ആ പെല്ലറ്റ് കൊടുത്ത് വളർത്തുന്ന മീനാണ് ഈ വരാല്. വിയറ്റ്നാം വരാൽ എന്ന് ഇതിനെ പറയാം. ഇതിന്റെ വലിയ സൈസാണ് നമ്മൾ നേരത്തെ അവിടെ കണ്ട ആ പോണ്ടിൽ കണ്ടത്. ഇതൊരു 4-5 മാസത്തെ ഗ്രോത്ത് ആണ് കാണുന്നത്. 800 ഗ്രാം നമുക്കൊരു ആവറേജ് ഒരു ഫിഷിന് കിട്ടും. നമുക്ക് ചെറിയൊരു ടാങ്കിലൊക്കെ എത്ര വളർത്താൻ പറ്റുന്നത്? ഇതിന് എയർ ആവശ്യമില്ല. സാധാരണ ഫിഷുകൾക്ക് എയറേഷൻ ആവശ്യമാണ്. ഇവരെല്ലാം മുകളിൽ വന്ന് എയർ എടുക്കുന്നതാണ്. അപ്പോൾ ഇവർക്ക് അത്യാവശ്യം നമ്മൾ നോർമലി 1 സ്ക്വയർ ഫീറ്റിൽ ഒരു മീൻ എന്നാണ് കണക്ക്. അപ്പോൾ നമുക്ക് ഇതിനങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. എന്നാലും അധികം തിക്കാക്കി ഇടാൻ പറ്റില്ല. മറ്റു മീനുകൾ ഇടുമ്പോൾ ഉള്ള ഒരു ക്രൈറ്റീരിയ നമുക്ക് ഇതിൽ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. കഴിച്ചിട്ടില്ല. ടേസ്റ്റ് ഉള്ള മീനാണോ അത്? ടേസ്റ്റ് ഉള്ള മീനാ വരാല്. പിന്നെ എന്ന് വെച്ചാൽ
നമ്മൾ പരമാവധി ഇതൊരു പാഷനായിട്ട് എടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പ്രത്യേകിച്ച് എഡിബിളായിട്ടുള്ള ഫിഷുകൾ നമ്മുടെ ഈ കടലിൽ നിന്നൊക്കെ കിട്ടുന്നത് ഒക്കെ പലതരത്തിലുള്ള കെമിക്കലും കാര്യങ്ങളും ഒക്കെ ഫില്ല് ചെയ്തിട്ടാണ് നമ്മുടെ കൈകളിലൊക്കെ കറി വയ്ക്കാനുള്ള മീനുകളൊക്കെ കിട്ടണേ. അതിലുപരിയായി നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തെ ഒരു ചെറിയ ടാങ്കോ ഒരു ചെറിയൊരു പടതാക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം ഒരു 19 മീനെ കിട്ടാൻ നമുക്കൊരു 10-30 കിട്ടും. ഒക്കെ ചെയ്ത് നമ്മുടെ ആരോഗ്യത്തിന് എപ്പോഴും ഹാനികരമൊന്നും ആവാതെ നമ്മുടെ വീട്ടിൽ തന്നെ വളർത്തുന്ന മത്സ്യങ്ങൾ ഭക്ഷിക്കുന്നതായിരിക്കും ഏറ്റവും നമുക്ക് ഉത്തമം. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പോൾ സാധാരണ വളർത്താൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പമായിട്ടുള്ള വളർത്തി നല്ല ടേസ്റ്റുള്ള മീനായിട്ട് വരുന്ന ഏത് മീനായിരിക്കും? അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് ഇന്ന മീനിൻ്റെ ടേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. പലരുടെയും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. കൂടുതലും നമുക്കിവിടെ കൊണ്ടുപോകണത് വരാലിൻ്റെ കുഞ്ഞ് കൊണ്ടുപോകും, തിലാപ്പിയുടെ കുഞ്ഞ് കൊണ്ടുപോകും, പിന്നെ ഗൗരയുടെ കുഞ്ഞുങ്ങൾ കൊണ്ടുപോകും. പിന്നെ കട്ട്ല റോഹോ ഗ്രാസ് കാർപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് സിമെന്റ് ടാങ്കിലും പടതാക്കുളത്തിലും അത് അങ്ങനെ വളരില്ല. നാച്ചുറൽ പോണ്ടാണ് അത് ഏറ്റവും ബെറ്റർ അതിന്. അത് നമുക്ക് ഒരു സെന്റിൽ ഇത്ര മീനെ ഇടാവുന്നൊരു കണക്കുണ്ട് നമുക്ക് അതിന്. ആ കണക്കനുസരിച്ച് നമുക്ക് അത് നിക്ഷേപിക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള മീനൊക്കെ നമുക്ക് വേണമെങ്കിൽ പടുതാക്കോളോ ടാങ്കോ ചെയ്ത് വളർത്താവുന്നതാണ്. ബാക്കിയുള്ള മീനൊക്കെ നമുക്ക് വളർത്താവുന്നതാണ്. നമ്മൾ പറഞ്ഞാൽ നമ്മുടെ പരിമിതിക്കുള്ളിലൊക്കെ നമുക്കത് വളർത്താൻ പറ്റുള്ളൂ. ഏറ്റവും നല്ലത് പ്രകൃതിദത്തമായ കുളങ്ങളിൽ വളർത്തിയാൽ ഏറ്റവും നല്ലത്.